ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ വീഡിയോസ് ചെയ്തു. നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. പക്ഷെ എന്നാലും എല്ലാവരും എന്നോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എന്തൊക്കെ പഠിച്ചാലും സെൻറ്റൻസുകൾ ഉണ്ടാക്കുമ്പോൾ അത് തെറ്റിപ്പോവുക. അപ്പോൾ അതിനെന്താ വേണ്ടേ? സെൻറ്റൻസുകൾ നമ്മൾ ഉണ്ടാക്കി പരിശീലിക്കണം അല്ലേ? അപ്പോൾ സെൻറ്റൻസുകൾ തെറ്റുകൂടാതെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു ചലഞ്ച് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ സെൻറ്റൻസുകൾ ഉണ്ടാക്കിയിട്ടാണ് തുടങ്ങുക. പലതരത്തിലുള്ള സെൻറ്റൻസുകൾ ഉണ്ടാക്കും. അതിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇടയ്ക്ക് പുതിയത് പഠിക്കും. അപ്പോൾ പേടി കൂടാതെ ചെറിയ ചെറിയ സെൻറ്റൻസുകൾ ഉണ്ടാക്കി നമ്മൾ പഠിക്കുമ്പം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ സെൻറ്റൻസുകൾ വലിയ സെൻറ്റൻസുകളാക്കി മാറ്റാനുള്ള ധൈര്യം വരും അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ചലഞ്ച് തുടങ്ങുന്നത്. കൂടെ സെൻറ്റൻസുകൾ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യൂ കേട്ടോ. നമ്മൾ എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ വെയിറ്റ് ചെയ്യാണ്. അപ്പം നിങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഒരു ബാഗ് പോലത്തെ ഒരു ബാഗ് ഒരാൾ എടുക്കുന്നത് കണ്ടു. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ചോദിക്കുക, അതെൻ്റെ ബാഗാണോ? അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ സിമ്പിളായിട്ട് ഇംഗ്ലീഷിൽ ചോദിക്കുകയെന്ന് നോക്കാം. അത് എൻ്റെ ബാഗാണോ? അതാണ് നമുക്ക് ചോദിക്കേണ്ടത്. അപ്പോൾ എൻ്റെ ബാഗ് അതെങ്ങനെയാണ് പറയുക? എൻ്റെ എന്ന് പറയാൻ മൈ. എൻ്റെ ബാഗ് മൈ ബാഗ്. എൻ്റെ നായ മൈ ഡോഗ്. എൻ്റെ കാറ് മൈ കാർ. അപ്പോൾ അത് മനസ്സിലായില്ലേ? മൈ കാർ, മൈ ബാഗ്, മൈ പെൻ, അങ്ങനെ. അപ്പോൾ എൻ്റെ ബാഗ് മൈ ബാഗ്. അതെൻ്റെ ബാഗ് ആണോ? അതാണ് നമുക്ക് ചോദിക്കേണ്ടത്. അത് എന്ന് പറയാൻ എന്താ പറയുക? ദാറ്റ്. ദാറ്റ് ആണ് അത്. അപ്പോൾ അത് ദാറ്റ്, എൻ്റെ ബാഗ് മൈ ബാഗ്, ദാറ്റ് മൈ ബാഗ് എന്ന് ചോദിക്കാൻ പാടില്ല. അവിടെ ഒരു വാക്കുകൂടെ വേണം. ചോദ്യം ചോദിക്കുമ്പം ആദ്യം നമ്മൾ ഒരു ചെറിയ വാക്ക് ഉപയോഗിക്കും. ഇസ് ദാറ്റ് മൈ ബാഗ്? അതെൻ്റെ ബാഗ് ആണോ? ഇസ് ദാറ്റ് മൈ ബാഗ്? എൻ്റെ കൂടെ പറയൂ കേട്ടോ. ഇസ് ദാറ്റ് മൈ ബാഗ്? അതെൻ്റെ ബാഗാണോ? അപ്പോൾ ഈ സെൻറ്റൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? അത് എൻ്റെ ആണോ എന്ന് ചോദിക്കണമെങ്കിൽ ഈസ് ദാറ്റ് മൈ, എന്താ സാധനം, ആ സാധനത്തിൻ്റെ പേര് പറയാം. അപ്പോൾ ഇരിക്കുന്ന ആൾ പറയാണ്, അല്ല ഇത് എൻ്റെ ആണ്. അതെങ്ങനെ പറയും? അല്ല എന്ന് പറയാൻ നോ. നോ. ഇത് എൻ്റെ ആണ്. ഇത് എന്ന് പറയാൻ ദിസ്. അത് എന്ന് പറയാൻ ദാറ്റ്. അപ്പോൾ ഇത് എൻ്റെ ആണ്. നോ, ദിസ് ഇസ് മൈൻ. എൻ്റേതാണ് എന്ന് പറയാനാണ് മൈൻ. ഓക്കെ. എൻ്റെ ബാഗ് എന്ന് പറയാൻ മൈ ബാഗ്. എൻ്റേതാണെന്ന് പറയാൻ ദിസ് ഇസ് മൈൻ. ദിസ് ഇസ് മൈ എന്ന് പറഞ്ഞ് നിർത്തരുത് കേട്ടോ. ഒന്നില്ലെങ്കിൽ ദിസ് ഇസ് മൈ ബാഗ് അങ്ങനെ പറയാം. പക്ഷെ ബാഗ് എന്നുള്ള വാക്ക് നമ്മളവിടെ ഉപയോഗിക്കുന്നില്ല. ഇത് എൻ്റേതാണ്. ദിസ് ഇസ് മൈൻ. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം ഈ രണ്ട് സെൻറ്റൻസുകൾ. അത് എൻ്റെ ബാഗാണോ? ഇസ് ദാറ്റ് മൈ ബാഗ്? ഇസ് ദാറ്റ് മൈ ബാഗ്? ഇസ് ദാറ്റ് മൈ ബാഗ്? അല്ല ഇത് എൻ്റേതാണ്. നോ, ദിസ് ഇസ് മൈൻ. നോ, ദിസ് ഇസ് മൈൻ. ഇസ് ദാറ്റ് മൈ ബാഗ്? നോ, ദിസ് ഇസ് മൈൻ. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഈ രണ്ട് സെൻറ്റൻസുകളും മാത്രം പഠിക്കാം. പിന്നെ നമുക്ക് ഇത് വെച്ചിട്ടുള്ള വേരിയേഷൻസ് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇസ് ദാറ്റ് മൈ ബാഗ് എന്നല്ലേ? അതെൻ്റെ ബാഗാണോ? ഇതെൻ്റെ ബാഗാണോ എന്ന് ചോദിക്കണമെങ്കിലോ ഇത് എന്ന് പറയാൻ ദിസ്. ഇസ് ദിസ് മൈ ബാഗ് അല്ലേ? അത് എന്ന് പറയുമ്പോൾ ദാറ്റ്, ഇത് എന്ന് പറയുമ്പോൾ ദിസ്. ഇസ് ദിസ് മൈ ബാഗ്? ഇനി എൻ്റെ എന്നല്ല നിൻ്റേതാണെങ്കിലോ? എൻ്റെ എന്ന് പറയാൻ മൈ, നിൻ്റെ എന്ന് പറയാൻ യോർ. അപ്പോൾ ഇത് നിൻ്റെ ബാഗ് ആണോ എന്നിങ്ങനെ ചോദിക്കും. നേരത്തെ സെൻറ്റൻസ് പോലെ തന്നെ ആ സ്ട്രക്ചർ ഒന്ന് പഠിച്ചാൽ മതി. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി സെൻറ്റൻസുകൾ ഉണ്ടാക്കുന്നത്. ഇസ് ദിസ് യോർ ബാഗ്? ഇത് നിൻ്റെ ബാഗാണോ? ഇസ് ദിസ് യോർ ബാഗ്? നേരത്തെ പഠിച്ചത് ഇസ് ദാറ്റ് മൈ ബാഗ്? അതേപോലെ തന്നെ ഇസ് ദിസ് യോർ ബാഗ്? അപ്പോൾ നിൻ്റെ ബാഗ് എങ്ങനെ പറഞ്ഞു? യോർ ബാഗ്. നിൻ്റെ നായ യോർ ഡോഗ്. നിൻ്റെ പൂച്ച യോർ കാറ്റ്. കാറ്റാണ് പൂച്ച. നിൻ്റെ പുസ്തകം ബുക്കാണ്. യോർ ബുക്ക്. അപ്പോൾ ഇത് നിൻ്റെ ബാഗ് ആണോ എങ്ങനെ ചോദിക്കും? ഇസ് ദിസ് യോർ ബാഗ്? ഇത് ദിസ്. നിൻ്റെ ബാഗ് യോർ ബാഗ്. ഇസ് ദിസ് യോർ ബാഗ്? നേരത്തെ നമ്മൾ അല്ല ഇത് എൻ്റെതാണ്. നോ, ദിസ് ഇസ് മൈൻ എന്ന് പഠിച്ചു അല്ലേ? ഇവിടെ നമ്മൾ ചോദിക്കുന്നത് ഇസ് ദിസ് യോർ ബാഗ്? ഇത് നിൻ്റെ ബാഗാണോ? അപ്പം നമ്മൾ പറയാണ് യെസ് ഇറ്റ് ഈസ്. അതെ അത് എൻ്റേതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് യെസ് ഇറ്റ് ഈസ്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് യെസ്
ഇറ്റ് ഈസ് മൈൻ അങ്ങനെ പറയാം. അല്ലെങ്കിൽ വെറുതെ യെസ് ഇറ്റ് ഈസ് അങ്ങനെ പറഞ്ഞാലും മതി കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്യാം. ഇത് നിന്റെ ബാഗാണോ? ഇസ് ദിസ് യുവർ ബാഗ്? ഇസ് ദിസ് യുവർ ബാഗ്? അതെ, യെസ് ഇറ്റ് ഈസ്. അപ്പോൾ യെസ് എന്ന് പറഞ്ഞാൽ അതേന്നാണ്, പക്ഷെ ഉത്തരം കൊടുക്കുമ്പോൾ ഇറ്റ് ഈസ് എന്ന് കൂടെ പറയണം കേട്ടോ. യെസ് ഇറ്റ് ഈസ്. എന്നാൽ അടുത്ത സെൻറ്റൻസ് ഞാൻ ചോദിക്കട്ടെ. അത് നിന്റെ നായയാണോ? എങ്ങനെ ചോദിക്കും? ഇസ് ദാറ്റ്, അത് ദാറ്റ്. ഇസ് ദാറ്റ് യുവർ ഡോഗ്? അത് നിന്റെ നായയാണോ? ഇസ് ദാറ്റ് യുവർ ഡോഗ്? അല്ല, അത് എൻ്റെ അല്ല. അങ്ങനെ പറയും. നോ ഇറ്റ്സ് നോട്ട് അങ്ങനെ പറയാം. അല്ലെങ്കിൽ നോ ഇറ്റ്സ് നോട്ട് മൈൻ, എൻ്റേതല്ല. നോ ഇറ്റ്സ് നോട്ട് മൈൻ. അപ്പം അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇറ്റ് ഇസ് നോട്ട് മൈൻ അങ്ങനെയും പറയാം. അല്ലെങ്കിൽ ഇറ്റ് ഇസ് എന്നുള്ള 2 വാക്കുകൾ ചേർത്തിട്ട് ഇറ്റ് അപ്പോസ്ട്രോഫി എസ് ഒറ്റ വാക്കാക്കി അല്ലേ. അപ്പോൾ പൊതുവെ നമ്മൾ സംസാരിക്കുമ്പോൾ കോൺട്രാക്ഷൻ എന്ന് പറയും ഇങ്ങനെ ചുരുക്കുന്നതിന്. ഇങ്ങനെ ചുരുക്കിയാണ് ഉപയോഗിക്കുക. നോ ഇറ്റ്സ് നോട്ട് മൈൻ, എൻ്റേതല്ല. നോ ഇറ്റ്സ് നോട്ട് മൈൻ. ഇത് നിൻ്റേതാണോ? എങ്ങനെ ചോദിക്കും? നിൻ്റേത്, നിന്റെ ബാഗാണോ എന്നല്ല, യുവർ ബാഗ് അല്ല, നിൻ്റേതാണോ. അപ്പോൾ യോസ് കേട്ടോ, യോസ്. നിൻ്റേത് എന്ന് പറയാൻ യോസ്. ഇത് നിൻ്റേതാണോ? അപ്പം സ്റ്റാർട്ടിങ് ഇസ് വെച്ചിട്ട് തന്നെ ഇത് എന്ന് പറയാൻ വേണമെങ്കിൽ ദിസ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ദിസിനും ദാറ്റിനും പകരം നമുക്ക് ഇറ്റ് എന്നുള്ള ഒറ്റ വാക്ക് ഉപയോഗിക്കാം കേട്ടോ. അതൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ, അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെൻറ്റൻസ് ഇട്ടത്. അപ്പോൾ ഇത് നിൻ്റേതാണെന്ന് എങ്ങനെ ചോദിക്കും? ഇസ് ദിസ് യോസ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഇസ് ഇറ്റ് യോസ് എന്ന് ചോദിക്കാം. ഇസ് ഇറ്റ് യോസ്? നിൻ്റേതാണോ? ഇത് നിൻ്റേതാണോ? ഇസ് ഇറ്റ് യോസ്? ഒരുമിച്ച് പറയൂ കേട്ടോ. ഇത് നിൻ്റേതാണോ? ഇസ് ഇറ്റ് യോസ്? ദിസ് എന്ന് പറഞ്ഞാൽ ഇത്, ദാറ്റ് എന്ന് പറഞ്ഞാൽ അത്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തിരിക്കുന്ന സാധനമല്ലേ, അത് എന്ന് പറഞ്ഞാൽ ദൂരെയുള്ള സാധനം. അപ്പോൾ ആ ഡിസ്റ്റൻസ്, ആ ദൂരം നമ്മൾ പറയുകയാണല്ലേ, ഇത് അത് എന്നൊക്കെ പറയുമ്പോൾ ഇതാണ് ഉദ്ദേശിച്ചത്. അല്ല, അതാണ് എന്ന് പറയുമ്പോൾ അടുത്തിരിക്കുന്നതല്ല, ദൂരെ ഇരിക്കുന്നതാണ് എന്നല്ലേ നമ്മൾ ഉദ്ദേശിക്കണേ. അതാണ് ദിസും ദാറ്റും. പക്ഷേ ഈ ദൂരം പറയണ്ടെങ്കിൽ ഒരു വസ്തു അത്രേ ഉള്ളൂ, അങ്ങനെ പറയണമെങ്കിൽ ഇറ്റ് എന്നുള്ള വാക്കാണ് നമ്മൾ ഉപയോഗിക്കുക. ഇത് അത് രണ്ടിനും പകരം നമുക്ക് ഇറ്റ് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമ്മൾ എങ്ങനെ കൊടുക്കുക? അപ്പോൾ അവർ ചോദിക്കുകയാണ്, നിങ്ങളുടെ ആണോ ഇത്? എങ്ങനെ ചോദിക്കണേ? ഇസ് ഇറ്റ് യോസ്? ഇസ് ഇറ്റ് യോസ്? അപ്പോൾ എനിക്കറിയില്ല, അത് എൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല എന്നാണ് പറയണേ. എങ്ങനെ പറയാ? ഐ ഡോണ്ട് നോ. ആ സെൻറ്റൻസ് ഒന്ന് പഠിച്ചു വെച്ചോളൂ. എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. ഐ ഡോണ്ട് നോ. ഇസ് ഇറ്റ് യോസ്? ഐ ഡോണ്ട് നോ. എൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. നമ്മുടെ മെയിൻ സെൻറ്റൻസ് ഈസ് ദാറ്റ് മൈൻ, അല്ലെങ്കിൽ ഈസ് ദാറ്റ് യോസ്, ഈസ് ദാറ്റ് മൈ ബാഗ്, അല്ലെങ്കിൽ ഈസ് ദാറ്റ് യോർ ഡോഗ്. ഇങ്ങനത്തെ സെൻറ്റൻസുകളാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പല വേരിയേഷൻസാണ് നമ്മൾ നോക്കുന്നത്. ഉത്തരങ്ങളിൽ ചെറിയ ചെറിയ പുതിയ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഇനി വേറൊരു സെൻറ്റൻസ് ഞാൻ ചോദിക്കാം. അവള് നിൻ്റെ മകളാണോ? അതെങ്ങനെ ചോദിക്കും? അപ്പോൾ ആ വാക്കുകളുടെയൊക്കെ അർത്ഥം വേണം അല്ലേ. മകൾ എന്ന് പറയാൻ ഡോട്ടർ. ഡോട്ടർ. ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അസുഖം വരുമ്പോൾ നോക്കുന്ന ആൾ. ഡോക്ടർ അല്ല, ഡോട്ടർ. ഡോട്ടർ. അവള് നിന്റെ മകളാണോ? നിന്റെ മകൾ. യോർ ഡോട്ടർ. നിന്റെ നായ, യോർ ഡോഗ്. നിന്റെ ബാഗ്, യോർ ബാഗ്. അതേപോലെ തന്നെ നിന്റെ മകൾ, യോർ ഡോട്ടർ. അപ്പോൾ അവള് എന്ന് പറയാൻ എന്ത് പറയും? ഇതുവരെ നമ്മൾ അത് എന്നാണ് പറഞ്ഞത് അല്ലേ, ദിസ് ദാറ്റ് അതൊക്കെയാണ് ഉപയോഗിച്ചത്. ഇനിയിപ്പോൾ ഒരാളെക്കുറിച്ചാണ് പറയണേ അല്ലേ, അവൾ എന്ന് പറയാൻ ഷീ. അപ്പോൾ ആ സെൻറ്റൻസ് എങ്ങനെയായിരിക്കും? നമ്മുടെ ഒറിജിനൽ സെൻറ്റൻസ് പോലെ തന്നെയാണ്. ഈസ് ഇറ്റ് യുവർ ബാഗ് എന്ന് ചോദിക്കില്ലേ, അല്ലെങ്കിൽ ഈസ് ദാറ്റ് യുവർ ബാഗ് എന്ന് ചോദിച്ചില്ലേ, അതേപോലെ തന്നെ. ഇസ് ഷീ യുവർ ഡോട്ടർ? ഇസ് ഷീ യുവർ ഡോട്ടർ? അവൾ നിങ്ങളുടെ മകളാണോ? ഇസ് ഷീ യുവർ ഡോട്ടർ? കണ്ടോ? ഇസ് ഇറ്റ് യുവർ ബാഗ്? അതേപോലെ തന്നെ ഇസ് ഷീ യുവർ ഡോട്ടർ? അവൾ നിങ്ങളുടെ മകളാണോ? ഉത്തരം എങ്ങനെയാ പറയാ? അതെ, അവളെൻ്റെ മകളാണ് എന്ന് പറയാൻ യെസ് ഷീ ഇസ്. അതെ, അവളെൻ്റെ മകളാണ്. യെസ് ഷീ ഇസ്. അല്ല എന്ന് പറയണമെങ്കിലോ? നോ ഷീ ഈസ് നോട്ട്.
അല്ല, അവൾ എൻ്റെ മകളല്ല. നോ, ഷീ ഇസ് നോട്ട്. ഇപ്പം നമ്മൾ ഇസ് ദിസ് യുവർ ബാഗിനോട് സമാനമായ സെൻറ്റൻസുകൾ പഠിച്ചു അല്ലേ? ഇനി നമ്മൾ എപ്പോഴും ഇസ് ആണോ ഉപയോഗിക്കുക? അല്ല. അപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. കുറച്ച് പുസ്തകങ്ങൾ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ വന്ന് ചോദിക്കുക, ഈ പുസ്തകങ്ങൾ നിങ്ങളുടെയാണോ? എങ്ങനെ ചോദിക്കും? നമ്മുടെ ഒറിജിനൽ സെൻറ്റൻസ് പോലെ തന്നെയാണ്, ചെറിയ ചെറിയൊരു വ്യത്യാസങ്ങൾ നമ്മൾ ഈ പുസ്തകങ്ങളായതുകൊണ്ട് കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യമുണ്ട് അല്ലേ? അപ്പോൾ ഇസ് ദിസ് യുവർ ബാഗ്, അതാണ് നമ്മൾ ആദ്യം പഠിച്ച സെൻറ്റൻസ്. അതൊന്ന് ഓർക്കുക. അപ്പോൾ യുവർ ബാഗ് അല്ല ഇവിടെ. എന്താണ് ഇവിടെ? നിങ്ങളുടെ പുസ്തകങ്ങൾ. അപ്പം നിങ്ങളുടെ എന്ന് പറയാൻ യുവർ. നിങ്ങളുടെ പുസ്തകങ്ങൾ, യുവർ ബുക്സ്. ഇവ അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ പുസ്തകങ്ങളാണോ എന്ന് ചോദിക്കാൻ ഇവ. അതെന്താണ്? ഇതല്ല, കൂടുതലുണ്ടല്ലോ, കൂടുതൽ എണ്ണം ഉണ്ടല്ലോ, ഒരെണ്ണം അല്ലല്ലോ. അപ്പോൾ ദേ. ദിസ് ദാറ്റ് ആണ് ഇത് അത്. പ്ലൂറൽ ബഹുവചനാണെങ്കിൽ ദേ. അപ്പോൾ ഈസ് ദേ യുവർ ബുക്സ് എന്ന് പറയരുത്. ബഹുവചനം വന്നുകൊണ്ട് നമ്മൾ ആർ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. അപ്പോൾ ആദ്യത്തെ വാക്ക് ഒന്നില്ലെങ്കിൽ ഇസ് അല്ലെങ്കിൽ ആർ. എങ്ങനെയാണ് തീരുമാനിക്കുക? എന്തിനെക്കുറിച്ചാണ് നമ്മൾ പറയണത്? പുസ്തകമാണെങ്കിൽ എസ് ഉപയോഗിക്കുക, പുസ്തകങ്ങളാണെങ്കിൽ ആർ ഉപയോഗിക്കുക. ഓക്കെ? അപ്പോൾ ആർ ദേ യുവർ ബുക്സ്? അവ, ദേ. ആർ ദേ യുവർ ബുക്സ്? നിങ്ങളുടെ പുസ്തകങ്ങളാണോ? ഇത് നിന്റെ പുസ്തകമാണോ എന്ന് എങ്ങനെ ചോദിക്കും? ഈസ് ദിസ് യുവർ ബുക്ക്? അവ നിങ്ങളുടെ പുസ്തകങ്ങളാണോ? ആർ ദേ യുവർ ബുക്സ്? അപ്പോൾ ഇവിടെ നമുക്കൊരു കുട്ടി കാര്യം പഠിക്കണം. ഇത് എന്ന് പറയാൻ ദിസ് അല്ലേ? ഇവ എന്ന് പറയാൻ ദീസ് എന്ന് ഉപയോഗിക്കാം. അപ്പം ദിസിൻ്റെ പ്ലൂറൽ ബഹുവചനം ദീസ്. അത് എന്ന് പറയാൻ ദാറ്റ്. അവ എന്ന് പറയാൻ ബഹുവചനം ദോസ്. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഇത് രണ്ടിനും പകരം നമുക്ക് ഇറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. ദിസിനും ദാറ്റിനും പകരം ഇറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാം, ഡിസ്റ്റൻസ് നമ്മൾ പറയുന്നില്ലെങ്കിൽ അല്ലേ? അപ്പോൾ ഇറ്റിൻ്റെ പ്ലൂറലോ? അത് ദേ. അപ്പോൾ ഇത് നിന്റെ പുസ്തകമാണോ എങ്ങനെ ചോദിക്കും? ഇസ് ദിസ് യുവർ ബുക്ക്? അത് നിന്റെ പുസ്തകമാണോ എങ്ങനെ ചോദിക്കും? ഇസ് ദാറ്റ് യുവർ ബുക്ക്? ഇവ നിന്റെ പുസ്തകങ്ങളാണോ? ആർ ദീസ് യുവർ ബുക്സ്? അല്ലെങ്കിൽ ആർ ദേ യുവർ ബുക്സ്? രണ്ടും ചോദിക്കാം. അവ നിന്റെ പുസ്തകങ്ങളാണോ? ആർ ദോസ് യുവർ ബുക്സ്? അല്ലെങ്കിൽ ആർ ദേ യുവർ ബുക്സ്? അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ കൊടുക്കും? അല്ല, അത് എൻ്റെ അല്ല. നോ, ദേ ആറിൻറ്റ്. ആർ നോട്ടിന് പകരം ആറിൻറ്റ് എന്നുള്ള ചുരുക്കി പറയാം കേട്ടോ. നോ, ദേ ആറിൻറ്റ്. അതേന്ന് പറയണമെങ്കിൽ യെസ്, ദേ ആർ. ആർ ദേ യുവർ ബുക്സ്? നോ, ദേ ആറിൻറ്റ്. അല്ല, അതെ, യെസ്, ദേ ആർ. അത് മനസ്സിലായില്ലേ? ഇനി നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിക്കാം. അപ്പം നമ്മൾ പഠിച്ച സെൻറ്റൻസിൻ്റെ പോലെ തന്നെയാണ് ഞാൻ പറയാൻ പോകുന്ന സെൻറ്റൻസുകൾ. കുറച്ചുകൂടെ കാര്യങ്ങൾ മാത്രം അതിൽ നമുക്ക് പഠിക്കാം. ഇവിടെ ഒരു ബാങ്ക് ഉണ്ടോ അടുത്ത്? അങ്ങനെ നമുക്ക് ചോദിക്കണം. അങ്ങനെ ചോദിക്കണമെങ്കിൽ ഇസ് ദേർ. ഇങ്ങനൊരു സംഭവം ഉണ്ടോ എന്ന് ചോദിക്കാൻ ഇസ് ദേർ. ഇസ് ദേർ ആണ് ആദ്യം ഉപയോഗിക്കുക. നമ്മൾ നേരത്തെ പഠിച്ചത് ഇത് നിന്റെ ബാഗ് ആണോ? ഇസ് ദിസ് യുവർ ബാഗ് അല്ലേ? ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഇസ് ദേർ. കേട്ടോ, ഇസ് ദേർ. എന്താണ് ഉള്ളതെന്ന് ചോദിക്കണേ? ഒരു ബാങ്ക്. ഒരു ബാങ്ക് എന്ന് പറയാൻ എ ബാങ്ക്. ഒരു ബാങ്ക്, എ ബാങ്ക്. അപ്പോൾ ഇസ് ദേർ എ ബാങ്ക്? ഇവിടെ അടുത്തെങ്ങാനും അതെങ്ങനെ ചോദിക്കും? നിയർ ബൈ. അപ്പോൾ ഇവിടെ അടുത്തെങ്ങാനും ഉണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ നിയർ ബൈ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. അപ്പോൾ ആ സെൻറ്റൻസ് എങ്ങനെയാണ് വരണേ? ഇവിടെ അടുത്തൊരു ബാങ്ക് ഉണ്ടോ? ഇസ് ദേർ എ ബാങ്ക് നിയർ ബൈ? ഈസ് ദേർ എ ബാങ്ക് നിയർ ബൈ? അപ്പോൾ ആ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ കണ്ടില്ലേ? ഇതൊന്ന് പഠിച്ചു നോക്കൂ കേട്ടോ. ഈസ് ദേർ എ ബാങ്ക് നിയർ ബൈ? ഇവിടെ അടുത്ത് ഒരു ബാങ്ക് ഉണ്ടോ? ഉണ്ടെന്ന് എങ്ങനെ പറയും? യെസ്, ദേർ ഇസ്. യെസ്, ദേർ ഇസ്. ഇല്ല എന്നാണെങ്കിലോ? നോ, ദേർ ഇസിൻറ്റ്. അപ്പോൾ ഈസ് നോട്ടിൻ്റെ ഷോർട്ടാണ് ഇസിൻറ്റ്. യെസ്, ദേർ ഈസ്. നോ, ദേർ ഇസിൻറ്റ്. അപ്പോൾ സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ നന്നായിട്ട് മനസ്സിലാവേണ്ട വീഡിയോ സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആണ്. നല്ല വെള്ളം പോലെ ഈ വീഡിയോ മനസ്സിലാക്കുക. എഴുതി വെച്ച് സമയം കളയരുത്. അത് ഇപ്പം തന്നെ പഠിക്കുക. കാരണം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഇതിങ്ങനെ എഴുതി വെച്ച് നമ്മൾ എന്നോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നമുക്കിപ്പോൾ യൂസ് ചെയ്യണം. അപ്പോൾ ഈ സെൻറ്റൻസുകൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സെൻറ്റൻസുകളാണ്. ഞാൻ അങ്ങനത്തെ സെൻറ്റൻസുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുട്ടി കുട്ടി വാക്കുകളാണ് പുതുതായി നമ്മൾ പഠിക്കുന്നത്.
ഈ വീഡിയോ സീരീസ് കുറച്ച് വീഡിയോസായിട്ട് കണ്ടിന്യൂ ചെയ്യാം. ചെറിയ ചെറിയ സെൻറ്റൻസുകൾ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാനും പഠിക്കാനും പറ്റാവുന്ന രീതിയിൽ കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിലൊക്കെ എന്നെ കോമെൻറ്റ്സിൽ അറിയിക്കണം. അടുത്ത ദിവസം വേറെ ഇതേപോലെ ഉപകാരമുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ.